ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പിഡയം. കാർപ്പിഡയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തതായിട്ട് നമ്മൾ ബംഗ്ലാദേശിൻ്റെ ഇഷ്യൂ ആണ് നോക്കാൻ പോകുന്നത്. അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവിടെ രൂപീകരിക്കപ്പെടുകയാണ്. അതായിരുന്നു അവാമി ലീഗ് എന്ന് പറയുന്നത്. അങ്ങനെ അവാമി ലീഗ് പുതിയ ബംഗ്ലാദേശിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും അവിടെ ഭരിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്താണ് ആദ്യമായിട്ട് ഈ ഒരു പാകിസ്ഥാൻ ലിബറേഷനിൽ പങ്കെടുത്ത ഫ്രീഡം ഫൈറ്റേഴ്സ്, അവരെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു സംവരണം ഏർപ്പെടുത്തുകയാണ്. 30% ഗവൺമെന്റിലെ ഒരു ഫ്രീഡം ഫൈറ്റ് പങ്കെടുത്ത ആൾക്ക് ജോലി എടുക്കാൻ സംവരണം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് 56% ബംഗ്ലാദേശിൽ റിസർവേഷൻ ഉണ്ടായിരുന്നത്. 44% മാത്രമാണ് റിസർവേഷൻ അല്ലാതെ ഇരുന്നത്. സ്ത്രീകൾക്കും PHനും അങ്ങനെ പല രീതിയിലും കൊടുത്ത് 56% റിസർവേഷൻ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും ഇത് എതിർക്കപ്പെട്ടിരുന്നില്ല. കാരണം അത്തരത്തിലുള്ള ബംഗ്ലാദേശ് ലിബറേഷന്റെ ഭാഗമായി പങ്കെടുത്ത ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിൽ വലിയ ഒരു പ്രശ്നമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, 1975 എന്ത് ചെയ്യുന്നു, ഷെയ്ഖ് മുജീബ് റഹ്മാനെതിരെ ഒരു ആക്രമണം നടക്കുകയും അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും മരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും ഇപ്പോൾ നിലവിലെ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രക്ഷപ്പെടുകയും അവിടുന്ന് പലായനം ചെയ്യുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 75 ശേഷം 90 96 വരെ പട്ടാള ഭരണവും പിന്നീട് അവിടെയുള്ള നാഷണൽ പാർട്ടി എന്ന് പറയുന്ന ഒരു ഓപ്പോസിഷൻ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു റിസർവേഷൻ എടുത്തു കളയുന്നു. 96 വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ ഷെയ്ഖ് ഹസീന തിരിച്ചെത്തി. ഷെയ്ഖ് ഹസീന അധികാരത്തിലേറുന്നതാണ് കാണുന്നത്. അവർ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ റിസർവേഷൻ 30% ഈ റിസർവേഷനും തിരിച്ചു വരികയും അതിലൂടെ കൂടെ എന്ത് ചെയ്തു, ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കും അവരുടെ മക്കൾക്കും ഈ റിസർവേഷൻ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പിന്നീടും ഇതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നു, ഓപ്പോസിഷൻ വീണ്ടും അധികാരം നഷ്ടപ്പെട്ട് ഓപ്പോസിഷൻ വീണ്ടും വരുന്നു. അവരിത് എടുത്തു കളയുന്നു. വീണ്ടും 2009 ആകുമ്പോൾ വീണ്ടും ഇവർ അധികാരത്തിൽ വരുന്നു, റിസർവേഷൻ കൊണ്ടുവരുന്നു. അപ്പോഴേക്കും എന്ത് ചെയ്തു, 2009 2010 ആയപ്പോഴേക്കും അവരുടെ ചെറുമക്കൾ കൂടി, ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചെറുമക്കളൊക്കെ ആയ സമയമായി. അവർക്ക് കൂടി റിസർവേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ ഒരു പ്രശ്നം കൂടുതൽ വർഷം കൂടുന്നതോറും അവിടെ ചില പുകച്ചിലുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. യുവാക്കളൊക്കെ ഇതിനെതിരെ രംഗത്തിറങ്ങാൻ തുടങ്ങി. കാരണം അതിലും ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു 30% ജോലി കിട്ടുന്നവരൊക്കെ, നമുക്കറിയാം ഈ അവാമി ലീഗും മുക്തിവാഹിനിയൊക്കെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് ലിബറേഷന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുകയും അവിടെ തന്നെ ഇവർക്കെതിരെ പാകിസ്ഥാൻ അനുകൂല നിലപാടുള്ള ആളുകളും ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ രാജ്യത്തിൽ തന്നെ നിന്നാൽ മതി, നമുക്ക് മറ്റൊരു രാജ്യം വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളുകളും ഒക്കെ ഉണ്ട്. ഈ ഒരു മുക്തിവാഹിനിയിലോ അല്ലെങ്കിൽ അവാമി ലീഗിലോ പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ ജോലി കൊടുക്കുന്നത് അല്ലെങ്കിൽ റിസർവേഷൻ കൊടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള, അതൊരു തരത്തിലല്ല, അതൊരു സത്യമായിരുന്നു. കാരണം അവർ മാത്രമാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. അവർക്കും അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമാണ് ഈ ഒരു റിസർവേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് നിർത്തലാക്കണമെന്നുള്ള പ്രക്ഷോഭങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങാൻ ആരംഭിച്ചു. 2018 ആയപ്പോഴേക്കും അത് കനക്കുകയും വലിയൊരു പ്രക്ഷോഭം അവിടെ 2018 അരങ്ങേറുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് പുനർവിചിന്തനത്തിന് തയ്യാറായിട്ട് എന്ത് ചെയ്തു, ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B തസ്തികൾ, അതായത് ഉയർന്ന തസ്തികളിൽ ഈ ഒരു റിസർവേഷൻ എടുത്തു കളയുകയും ബാക്കിയുള്ള ഗ്രൂപ്പുകളിൽ മാത്രം നിലനിർത്തുകയും ചെയ്തു. പക്ഷേ ഈ ഒരു റിസർവേഷൻ എടുത്തു കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ റിസർവേഷൻ കിട്ടിയിരുന്ന വിഭാഗം കോടതിയിൽ, അവിടുത്തെ ഹൈക്കോടതിയിൽ, അതായത് ഇവിടുത്തെ സുപ്രീം കോടതി പോലെയുള്ള അവിടുത്തെ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും അവർക്ക് റിസർവേഷൻ തിരിച്ചു കിട്ടണം, അവരുടെ അവസ്ഥ ഇപ്പോഴും ശോചനീയമാണ് എന്നുള്ള രീതിയിലൊക്കെ കോടതിയെ ബോധിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കോടതി എന്ത് ചെയ്തു, അങ്ങനെ ഒരുപാട് കാലം എന്ത് ചെയ്തു, ഈ ഒരു കേസ് മുന്നോട്ട് പോയി. ആ കേസിന്റെ ഫലമായിട്ട് അവസാനം കോടതി വിധി ഉണ്ടായി. എന്ത് ചെയ്തു, ഇപ്പോഴും ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുട്ടികളും പേരമക്കളും ഒക്കെ ഇപ്പോഴും കഷ്ടപ്പാടിലാണ്. അതുകൊണ്ട് റിസർവേഷൻ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ അറിയിക്കുകയും ഗവൺമെന്റ് അത് 30% വീണ്ടും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഈ ഒരു സമയത്താണ് ഈ ഒരു പ്രക്ഷോഭം വീണ്ടും ആളിക്കത്തി. കാരണം ഈ ഒരു പ്രക്ഷോഭം ആൾറെഡി 2018 അവിടെയുണ്ട്. ഈ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് താൽക്കാലികമായിട്ട് ആ പ്രക്ഷോഭം ഇല്ലാതായത്. ഈ ഒരു കോടതി വിധിയോടുകൂടി ഇത് ശക്തമായിട്ട് ഈ ഒരു പ്രക്ഷോഭം ആളിക്കത്തി. അതിൻ്റെ ഫലമായിട്ട് അവസാനം ഷെയ്ഖ് ഹസീനക്ക് സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് ഇന്ത്യയിൽ
അഭയം പ്രാപിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഇതിനുള്ള ഒരു പെട്ടെന്നുള്ള കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം തന്നെയായിരുന്നു. ഈ കലാപം തുടങ്ങിയപ്പോൾ ഷെയ്ഖ് ഹസീന നടത്തിയൊരു പരാമർശമുണ്ട്. അവിടെ മുഹമ്മദ് യൂനുസിനെ പോലെയുള്ള നോബൽ സമ്മാന ജേതാക്കൾ പോലും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. സോ ഈ ഒരു അവസ്ഥയിൽ നിന്നുമെല്ലാമാണ് ഈ ഒരു വിപ്ലവം ഉടലെടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ അവിടെയുള്ള റൈറ്റ് വിങ്ങുകളായിട്ടുള്ള, അതായത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. സോ ആ വിഭാഗത്തിൽ നിന്നുകൂടി ഈ ഒരു വിപ്ലവത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിക്കുന്ന കാര്യങ്ങളും ഈ വിപ്ലവത്തെ ശക്തമാക്കുന്ന പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായിട്ട് ബംഗ്ലാദേശിൻ്റെ പ്രശ്നങ്ങൾ ഈ ഒരു സംവരണത്തിൽ തുടങ്ങി, പിന്നെ ഇത്രയും കാലമായി തുടരുന്ന ഭരണം 2009 തുടങ്ങി ഓപ്പോസിഷൻ ലീഡേഴ്സിനെ എല്ലാം കാരാഗ്രഹത്തിൽ അടിച്ചമർത്തിയും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൂടി ഉടലെടുത്തതാണ് എന്നുള്ള രീതിയിലാണ്. അതുപോലെ പല നേതാക്കളും, മുഹമ്മദ് യൂനുസിനെ പോലെയുള്ള നേതാക്കൾ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അത് പല വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ഓപ്പോസിഷൻ ലീഡേഴ്സിനെയുള്ള എതിരെയുള്ള അടിച്ചമർത്തൽ. സോ അതിൽ നിന്നെല്ലാമാണ് ഈ വിപ്ലവം കൂടുതലായിട്ട് ശക്തി ആർജിച്ചത്. ജനങ്ങൾ കൂടുതൽ ആവേശത്തോടു കൂടി ഈ ഒരു വിപ്ലവത്തിലേക്ക് വന്നത് എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് ഫോം ചെയ്തിരിക്കുകയാണ്. അത് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് എന്നുള്ളത് ലോകത്തിന് തന്നെ ആശങ്ക നൽകാൻ ഇടയാക്കാത്തതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ നല്ലതായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ആശങ്ക ലോകത്തിനുണ്ടായിരുന്നത് ആർമി എങ്ങാനും ഈ ഒരു സഭയിൽ, ഇടക്കാല സഭയിൽ ആർമിക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും ഡയറക്റ്റായിട്ട് ആർമിയിൽ നിന്ന് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, മറ്റൊരു ആശങ്കയായിരുന്നത് മൈനോറിറ്റീസിൻ്റെ കാര്യമായിരുന്നു. അതിനും ഒരു മൈനോറിറ്റിയിൽ നിന്നുള്ള 2 പേരെ ഈ ഒരു ഇടക്കാല സഭയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതും ആശ്വാസമേകുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ബംഗ്ലാദേശിനോട് വളരെയധികം നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് ബംഗ്ലാദേശ് അങ്ങോട്ടും തിരിച്ചും ഉണ്ടായിരുന്നത്. പല കരാറുകളും ബംഗ്ലാദേശിനോട് നിലനിന്നിരുന്നു. അതിർത്തി കരാറുകളും സ്ഥലങ്ങൾ കൈമാറ്റ കരാറുകളും ഒക്കെ ഉണ്ടായിരുന്നു. സോ നല്ല രീതിയിൽ പോകുന്ന ഗവൺമെൻറ് ഇനിയും തുടരുന്നതാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത ഒരു ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു തലവേദനയാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഗവൺമെൻറ്റിൻ്റെ മാറ്റം ഏത് ഭാഗത്തേക്ക് ചായുമെന്നറിയില്ല. കാരണം ഏഷ്യയിൽ പലയിടങ്ങളിലും ചൈന അവരുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ, അവരുടെ അലൈസ് ഉണ്ടാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഈ ഒരു പുതിയ ഒരു മന്ത്രിസഭ ബംഗ്ലാദേശിൽ അധികാരമേൽക്കുമ്പോൾ അവർ ഏത് ഭാഗത്തേക്ക് ചായും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുള്ള കാര്യങ്ങളാണ്. എങ്കിലും എല്ലാം പഴയ പോലെ തന്നെ നല്ല രീതിയിൽ നല്ലൊരു ഗവൺമെൻറ് അവിടെ വരുന്നതിനുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ അവിടുത്തെ കൂടുതലായിട്ട് മെച്ചപ്പെട്ട ഒരു ഗവൺമെൻറ് വരുന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത സെഷനിൽ വരുന്നതാണ്. താങ്ക് യു.